അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലുണ്ടോ? കോൺഗ്രസ്സിലില്ല അദ്ദേഹം. കോൺഗ്രസ് നടപടിയെടുത്തു. കോൺഗ്രസ് ഈ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തു. അപ്പോൾ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടി ഇത് മാറ്റി നിർത്തിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്തിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. സർക്കാരാണ് എന്തെങ്കിലും നടപടി എടുക്കേണ്ടത്. ഇനി സർക്കാർ നടപടി എടുത്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെയുള്ള വലിയൊരു വിധിയെഴുത്ത് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, ഞങ്ങൾ വഴിതിരിയുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റ ചർച്ചയുള്ളൂ, ശബരിമല അടക്കം. ഇവിടെ വികസനത്തിന് കാര്യം ചർച്ച ചെയ്യാം. നമുക്ക് ഈ മെട്രോ ഇപ്പം സർക്കാർ പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരം മെട്രോ നടപ്പിലാക്കുന്നു. 9 വർഷമൊന്നും ചെയ്തിട്ടില്ല. UDF സർക്കാർ 5 വർഷം കൊണ്ട് മെട്രോ നടപ്പിലാക്കി എന്നുള്ളത് അവകാശവാദമല്ല. നടപ്പിലാക്കിയതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 മാസം ഉമ്മൻചാണ്ടി രാജിവെച്ചതിൻ്റെ 3-ാം മാസം ഉദ്ഘാടനം നടത്തി. ഞാൻ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ? അങ്ങ് രാജിവെച്ചതിന് ശേഷം മറ്റൊരു മുഖ്യമന്ത്രി വരുവാണെങ്കിൽ തിരുവനന്തപുരം മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുമോ? ആ ചോദ്യമാണെങ്കിൽ ചോദിക്കാവുള്ളത്. ആ വികസനം ആണ് നമ്മുടെ പ്രശ്നം. ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസ്സുകാരും ചെയ്യില്ല, ചെയ്യുന്നവർ കോൺഗ്രസ്സുകാരുമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തി എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം അദ്ദേഹം എത്തുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്തും ആരും, പുള്ളി ഇപ്പോൾ പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിന് വന്നിട്ടുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല. പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്തും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. ശരിയായ നിലപാടാണ് ഈ പാലക്കാട് അടക്കം നടക്കുന്നത്. ഈ ഇത്തരം കളങ്കിതനാണ് അല്ലെങ്കിൽ ആരോപണ വിധേയനായതുകൊണ്ട് മാറ്റി നിർത്തിയ ഒരാളെ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ച് അത് എനിക്കറിയില്ല. അത് ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി, ഞങ്ങൾ ഒരിടത്തും വിളിച്ചിട്ടില്ല. ഇപ്പം ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് അവർ നോക്കണം. ഈ വിക്ടിമിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത് കോൺഗ്രസ്, ഞാൻ പറയുന്നത് അത് വിക്ടിമിനെതിരെ മാത്രം. കുറേ നാളുകളായി ഒരു സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ്. അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം വന്നോ എന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയുക കളിക്കാരെ പോലും നമ്മൾ മലയാളികൾ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? മലയാളികളുടെ പേരിൽ ചിലർ ആക്രമിക്കുന്നു. അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൾച്ചർ മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ്, ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത്, അറ്റാക്ക് ചെയ്യരുത്. നമ്മുടെ ഒരു കൾച്ചറിന് ചേർന്നൊരു കാര്യമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് ഈ അവസരം ഞാൻ പറയും. അതൊക്കെ അദ്ദേഹം നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.